ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന നല്ലൊരു ചിക്കൻ കറിയാണ്. ഒരുപാട് ഗ്രേവി ഒന്നുമില്ല കേട്ടോ. കുറച്ച് ഗ്രേവിയിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, എന്തിനു വേണമെങ്കിലും കൂടെ കഴിക്കാം. നമുക്ക് അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നമുക്ക് അടുക്കളയിലോട്ട് പോയി അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഓക്കെ, അപ്പം എൻ്റെ കൂടെ വരും. അപ്പം ഹായ് ഫ്രണ്ട്സ്, നമുക്ക് നോക്കിയാലോ ഇന്ന് എൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന്. അപ്പം നമുക്കിതിന് വേണ്ടത് സവോളയാണ് കേട്ടോ. സവോള നമുക്കൊരു 3 ഒരു വലിയ സവോളയും ഒരു 2 മീഡിയം സവോള എടുത്തിട്ടുണ്ട്. ഒരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ വെളുത്തുള്ളിയുടെ കഷ്ണം. അതിൽ മൊത്തം എടുക്കത്തില്ല, അല്പം പൊളിച്ച് നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് എടുക്കത്തുള്ളൂ. പിന്നെ നമുക്ക് ചിക്കൻ ഉണ്ട്. ഞാനിത് തൂക്കിയിട്ട് പറയാട്ടോ എത്ര ഉണ്ടെന്ന്. പിന്നെ പൊടികളൊക്കെ നമ്മൾ ചേർക്കുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ രാവിലത്തെ സമയമാണ്, കുടിക്കാനായിട്ട് ഇത്തിരി ജീരവെള്ളമാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അരിയാൻ തുടങ്ങിയാലോ. ഇത് അരിയുന്നതിനും ഒരു ഇതുണ്ട് കേട്ടോ. നമ്മൾ അരിഞ്ഞിട്ട് ഈ ഭാഗം നമ്മളങ്ങ് മുറിച്ച് മാറ്റും, അല്ലെങ്കിൽ ഇത് കഴിക്കും. അല്ലാണ്ട് ഉള്ളിയുടെ ഇതൊക്കെ അറിയാൻ വയ്യാത്ത പിള്ളേർക്കാട്ടോ. നമ്മുടെ അമ്മമാരും ബാക്കി അടുക്കളയിൽ കയറുന്നവരും ഇത് കണ്ടിട്ട് എന്തിനാ ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുന്നത്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അറിയാൻ വയ്യാത്ത ഒത്തിരി പിള്ളേരുണ്ടല്ലോ. എത്രയോ പിള്ളേർ കല്യാണം കഴിഞ്ഞാൽ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്നവർക്ക് തന്നെ കുക്ക് ചെയ്യണം എന്നൊക്കെ വെച്ചിട്ട് യൂട്യൂബൊക്കെ കണ്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ വലിയ യൂട്യൂബറൊന്നും ആയിട്ടില്ല ഇതുവരെയും. പക്ഷേ എന്നാലും നമ്മൾ ഒരു സാധനം കാണിക്കുമ്പം കറക്റ്റായിട്ട് കാണിച്ചു കൊടുക്കണമല്ലോ. ഇപ്പം പുതിയ ഒരാളാണ് കാണുന്നെങ്കിൽ, ഞാനൊരു ബേസിക്കലി ഒരു ടീച്ചറാണ്. അപ്പം എല്ലാം ഇങ്ങനെ കറക്റ്റായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അത് കണ്ടോ. ഉള്ളി ഇങ്ങനെ അരിഞ്ഞിട്ട് നടുക്കിൽ ഇങ്ങനെ ഒന്ന് വെട്ടിയിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആണ് ഞാനിതിന് സ്ലൈസ് ചെയ്യുന്നത്. കണ്ടോ. അപ്പോൾ അത് സ്ലൈസ് ചെയ്യാനും കണ്ടോ, വിരലിങ്ങനെ വെച്ചിട്ട് ആ വിരലിൻ്റെ തൊട്ട് മുമ്പിൽ വെച്ചിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ അത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് നല്ല സ്പീഡിൽ, എനിക്ക് നല്ല സ്പീഡിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പോവും, ഭയങ്കര സ്പീഡിൽ ചെയ്യാം. അപ്പോൾ ഞാൻ വലിയ മാസ്റ്റർ ഷെഫൊന്നുമല്ല, പക്ഷെ എന്നാലും പിള്ളേരെ പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് കുക്കിംഗ് പഠിപ്പിക്കലും അല്ലേ. ഇത് ശരിക്കും ഒരു പഠിപ്പിക്കൽ തന്നെയല്ലേ. പലരും യൂട്യൂബ് കണ്ടിട്ടല്ലേ. ഞാൻ തന്നെ യൂട്യൂബ് കണ്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം പറഞ്ഞു തരുന്ന ആൾക്കാർ നല്ലപോലെ പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോവില്ലേ. അപ്പം നമുക്കിതെല്ലാം അരിഞ്ഞിട്ട് കാണാം. ഇത് വെളുത്തുള്ളി ഞാൻ ചിലപ്പോൾ ഒന്ന് ചതച്ചെടുക്കത്തേ ഉള്ളൂ. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇനി അപ്പോൾ ഇത് കണ്ടല്ലോ, ഞാൻ ചെറുതായിട്ട് ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നീളത്തിൽ. അതാണ് കേട്ടോ എനിക്കിഷ്ടം. അപ്പോൾ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി, അതിന് ജൂലിയൻസ് എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ച ഇഞ്ചിയുടെ ഫ്ലേവർ നല്ലപോലെ ഇറങ്ങും. പിന്നെ ഇതേ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ആ കാണിച്ച വെളുത്തുള്ളി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. പിന്നെ ഇതേ സവോള ഞാൻ ഇങ്ങനെ ഒന്ന്
വിടർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അല്ലി എതളുകളൊന്ന് മാറ്റി. പിന്നെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന മുളകാണ്. ഈ മുളക് ഞാൻ അരിയുമ്പോഴേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ എൻ്റെ എരിവ്. മണത്ത് നോക്കട്ടെ. ഒരുവിധ എരിവുള്ള മുളകാണ്. അപ്പോൾ കൊള്ളാം. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര എടുക്കും. ഒരു 4-5 പച്ചമുളക് അത്രയും വേണം കേട്ടോ. കോഴിക്കറിയല്ലോ, ഒരു എരിവൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് കാണില്ലല്ലോ. പച്ചമുളകിൻ്റെ ടേസ്റ്റ് കോഴിക്കറിക്ക് ഭയങ്കര നല്ലതാണ്. പിന്നെ കൂട്ടുകാരെ, അതുകൂടാണ്ട് നമുക്കൊന്ന് ഈ കോഴി ഒന്ന് അളന്ന് തൂക്കി കാണിച്ചു തരാം കേട്ടോ. എന്താ വെച്ചാൽ ഒരു 00 ആക്കി ആ 979 80 ഉണ്ട്. അപ്പോൾ ഏകദേശം 1 കിലോ ചിക്കൻ ഉണ്ട്. അത് ഊഹിച്ചോളൂ. ഞാൻ 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ ഉണ്ടാക്കുന്നതിന്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മളിതെല്ലാം അരിഞ്ഞു വെച്ചു. ഉള്ളി അരിഞ്ഞു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ റെഡിയാണ്. ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തു. ഐസ് പിടിച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതൊന്ന് മൈക്രോവേവിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആക്ച്വൽ കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് വേറെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ പൊടികളൊക്കെ. അതിലൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ട്വിസ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ നമ്മൾ ഇടുന്ന പൊടികൾ ഇന്ന് ഒരു സാധനം വ്യത്യാസമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കാണിച്ചു തരാനും കൂടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ടേസ്റ്റ് വേറെ ലെവലായി. അപ്പോൾ അത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് അബദ്ധവശാൽ ഞാൻ കണ്ടുപിടിച്ചൊരു സാധനം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഈ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പ്ലസ് എന്താ പറയുക നമ്മുടെ എരിവുള്ള മുളക് പൊടി പ്ലസ് ചിക്കൻ മസാലയൊക്കെ ഇടാറുണ്ട്. പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ദിവസം ചിക്കൻ മസാല ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്താ ഇടാൻ പറ്റുന്നത്, ചിക്കൻ മസാലയ്ക്ക് പകരം ഇതിന് ടേസ്റ്റ് കൂട്ടാൻ എന്ത് ഇടാൻ പറ്റുന്നത്. അപ്പോൾ കണ്ടുപിടിച്ചൊരു പുതിയ ഇൻഗ്രീഡിയൻ്റാണ്. നിങ്ങളും കൂടി വീഡിയോ കണ്ടു നോക്കുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താ ഇടുന്നതെന്ന്. ഓക്കെ, അപ്പം നമുക്ക് കുക്ക് ചെയ്താലോ. അപ്പം നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. അതിന് ആദ്യം ഗ്യാസ് ഒന്ന് കത്തിക്കല്ലേ. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി തുടച്ചളയും വെള്ളം. ദെൻ നമ്മൾ ഒഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ. അത് ഏത് കമ്പനിയാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ എണ്ണ നല്ലപോലെ വേണം ഇതിന്. ഇതിപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ശകലം കൂടി ഒഴിക്കാം അല്ലേ. അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. നോക്കാം. യെസ്, എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് ഇഞ്ചിയാണ് ഇങ്ങനെ വെച്ചേക്കാം. ലാസ്റ്റ് ഇങ്ങനെ പച്ച ഇഞ്ചി കഴിക്കാൻ ഇഷ്ടമാണ്. അത് പിന്നെ വരട്ടുള്ളൂ. ഇത് കുറച്ച് കൂടുതൽ മൂത്ത് പോകും. അപ്പോൾ ഇതിൻ്റെ ഒന്ന് കംപ്ലീറ്റ് സത്തുണ്ടല്ലോ നമുക്ക് ഈ എണ്ണയിലോട്ട് ഇറങ്ങും. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ സത്തൊന്ന് ഇറങ്ങി അതിൻ്റെ പച്ചമണവും മാറി മുളകിൻ്റെ എരിവ് എണ്ണ കിടന്ന് മൂത്തിട്ട് കുറച്ചൊന്ന് കുറയും കേട്ടോ. എന്നിട്ട് ഇതെൻ്റെ രീതിയാട്ടോ. ഞാനിങ്ങനെ ഓരോ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് കണ്ടുപിടിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. ആ വെളുത്തുള്ളിയൊക്കെ അതേ കണ്ടില്ലേ, ഒന്നോടെ ഇങ്ങനെ കിടക്കുക. ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ.
വെളിച്ചെണ്ണയ്ക്കെന്ന് എന്നാ മണമാണെന്നറിയാവോ. അപ്പോഴേ ഞാൻ ഈ സവോളയും കൂടി ഇട്ട് കൊടുക്കാം. ആ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെളിച്ചെണ്ണയ്ക്കെന്ന് മുരിന്ന് വഴണ്ട് വരുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ, ഭയങ്കര മണം. അപ്പോൾ ഇത് ഉള്ളി നമ്മൾ ഇടുമ്പോൾ ഒന്നിങ്ങനെ വിടർത്തി ഒന്ന് ഇട്ട് കൊടുത്താൽ പെട്ടെന്നായിക്കോളും. ആ ബാക്കി കറിവേപ്പിലയും കൂടി ഒന്ന് ഇടുക കേട്ടോ. ബാക്കി ഇഞ്ചിയും കൂടി ഇട്ട്, ഇനി ഇഞ്ചി ഇടുന്നതിന് കുഴപ്പം. പിന്നെ സവോള അങ്ങനെ ഒരുപാട് ഫ്രൈ ഒന്നും ആവണ്ട കേട്ടോ. ഒരു ട്രാൻസ്ലൂസൻ്റ് എന്ന് പറയും, നമുക്കൊന്ന് വഴണ്ട് അതിൻ്റെ കളറൊന്ന് മാറി ഒന്ന് ചുങ്ങി കഴിയുമ്പോൾ നമുക്ക് എടുക്കാം. പക്ഷെ ഇത് ചുങ്ങാനായിട്ട് എല്ലാവരും പറഞ്ഞു തരുന്ന പോലെ എന്താ ഇടണ്ടേന്ന് അറിയാമല്ലോ. നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, കുറച്ച് മതി. ഓരോ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുമ്പോഴും നമ്മൾ അതിനനുസരിച്ചുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും കറികൾക്ക്. അങ്ങനെ ഈ ഗോർഡൻ റാംസി എന്ന് പറഞ്ഞിട്ടൊരു വലിയ കുക്കില്ലേ, നിങ്ങൾക്കറിയാവോ? ഈ ഗോർഡൻ റാംസിയുടെ കുക്കിങ്ങിൽ അയാൾ എല്ലാ സാധനം ഓരോ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുമ്പോഴും അതിന് വേണ്ടിയുള്ളൊരു ഉപ്പിട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ ഭയങ്കര ഷെഫാണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ട് കുറേ ടെക്നീക്സ് പഠിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. ബിക്കോസ് നമുക്ക് ബേസിക്കലി എനിക്ക് കുക്കിംഗ് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ പലരും ചെയ്യുന്ന ടിപ്സൊക്കെ കിട്ടുമ്പോൾ നമ്മളത് സ്വീകരിക്കും അല്ലേ. അതാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്ന് സൺഡേ ആണെന്ന് ഞാൻ പറയുകയും ചെയ്തു, ചിക്കൻ കറി ഉണ്ടാക്കുന്നു. ഇതിൻ്റെ കൂടെ എന്താണ് കഴിക്കാൻ എന്നല്ലേ എല്ലാവരുടെയും ചോദ്യം. ഇന്ന് ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പവും ചിക്കൻ കറിയാണ് ഇന്ന് രാവിലെ. ബ്രേക്ക്ഫാസ്റ്റ് അല്ല കേട്ടോ, ഇത് ബ്രഞ്ചായിട്ട് വരും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താലും കണ്ടോ പെട്ടെന്ന് അത് വാടി വരുന്നുണ്ട്. പിന്നെ മോനെന്ന് പറഞ്ഞാൽ നല്ല എരിവ് വേണം. കോഴിക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എരിവ് വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ പറയുന്നത്, ചില്ലി പൗഡർ, മുളകുള്ളതും എടുത്ത് വെച്ചിട്ടുണ്ട്, പിരിയമുളകിൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിലാണ്. എനിക്ക് അബദ്ധം പറ്റുന്നതെന്ന്, ഇത് ഞാൻ സാധാരണ മുളക് പൊടി പോലെ സ്റ്റോർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൂത്തു പോകും. ഒന്നാമത് നമ്മളിത് ഒരുപാട് ഉപയോഗിക്കുന്നില്ല. കൂടുതൽ ഉപയോഗിക്കുന്ന പിരിയമുളക് പൊടിയാണ്. മറ്റേ എരിവുള്ളത് നമ്മളിതുപോലെ ചിക്കൻ കറി, മീൻ കറി അങ്ങനെയുള്ളതിനാണ് കൂടുതലും എടുക്കുന്നത്. മറ്റേത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ബാക്കിയുള്ള കറികൾക്ക് അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായില്ലേ, പിരിയമുളക് പൊടി നമുക്ക് കൊഴുപ്പ് തരും കറിക്ക്. അപ്പം അത് കാരണം ഇത് ചിലവാകാത്ത കാരണമാണോ അത് എൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ പൂത്തു പോകും. അപ്പം ഞാനിത് സ്റ്റോർ ചെയ്യുന്ന ഫ്രിഡ്ജിലാണ്. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം നമുക്കിത് വഴണ്ടതിന് ശേഷം കാണാമല്ലേ, അല്ലെങ്കിൽ ബോറടിയാണ് അല്ലേ. ഇത് കണ്ടോ, ഇത് ഉള്ളി നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഒരു ട്രാൻസ്ലൂസൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയുക, ഉള്ളി ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്കിത് ഈ കളർ ഞാൻ എങ്ങനെ കാണിച്ചു തരത്തത് ഇങ്ങനെയാവും. ഇനി നമുക്കിതിൽ പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഈ ഇത്ര നേരം വീഡിയോ എടുക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇത്രയും വലിയ സ്പൂൺ വേണ്ട, ചെറിയ സ്പൂൺ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണേ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ചമണം എനിക്കിഷ്ടമല്ല മഞ്ഞൾപ്പൊടിയുടെ. അപ്പോൾ ഇങ്ങനെ ഒരു ഇതുണ്ടാക്കിയിട്ട് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ
അടുക്കിട്ട് കൊടുത്തു. മഞ്ഞപ്പൊടിയുടെ മണം പച്ച ഇതൊന്ന് മാറിക്കഴിയുമ്പോൾ ഞാനിങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടിയാണേ. അപ്പോൾ ഇത് ടീസ്പൂണാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീസ്പൂണിനേക്കാൾ കുറച്ചുകൂടി വലുതാണ്. ടീസ്പൂൺ തന്നെ എടുക്കാം അല്ലേ. എനിക്ക് തോന്നുന്നു ഇതൊരു 1.5 ഉണ്ട് കേട്ടോ. ഇതൊരു 1.5 ടീസ്പൂണാണ് കേട്ടോ ഇത്. അപ്പം ഞാനിത് ഇട്ട് കൊടുക്കുക. 1, 2, 2.5 അത് മതി. അപ്പം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. അതൊന്ന് നല്ലപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. പച്ചമല്ലിയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല, ചിലവർക്ക് ഇഷ്ടം കേട്ടോ. അതും വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇടുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു സീക്രട്ട് മസാലയാണ്. ഇതെന്താണെന്നറിയോ? കടല മസാല. കടല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ബ്രാഹ്മിൺസിൻ്റെ കടലക്കറി മസാല വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കടലക്കറി ഉണ്ടാക്കാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മറ്റേ ആണ് ഈ ചിക്കൻ മസാല തീർന്നും പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ വറുത്ത് പൊടിച്ചതും ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് യൂസ് ദിസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ദിവസം ഇത് വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതും ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കും. ഇളക്കി കൊടുക്കുമ്പോൾ എനിക്കറിയാൻ പറ്റും. തീ കൂട്ടി വയ്ക്കുക. തീ കുറച്ചിട്ടാട്ടോ പൊടികളൊക്കെ ഇട്ടത്. അപ്പോൾ അറിയാൻ പറ്റും എനിക്ക് ഇനി മസാല വേണോ വേണ്ടയോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ മസാല മതി. ഇനിയിപ്പോൾ ഇതിനകത്ത് മുളക് പൊടിയാണ് ഇടേണ്ടത്. മുളക് പൊടി ഇടുമ്പോഴും 2 മുളക് പൊടി ഇടും. ആദ്യം ഒരു ഈ സ്പൂണിലാട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ടീസ്പൂണുണ്ട്. അപ്പം അറിയാലോ ഒരു 2 ടീസ്പൂണോളം 2-2.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴറ്റി കൊടുക്കുക. പിരിയൻ മുളക് പൊടിക്കൊരു പച്ച ടേസ്റ്റ് കൂടുതൽ നിൽക്കുന്ന എനിക്ക് തോന്നുന്നു എപ്പോഴും. അത് കാരണം അതൊന്ന് നല്ലപോലെ വഴറ്റണം. പിന്നെ പച്ചമുളക് നല്ലപോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് കാണുമായിരിക്കും. എന്നാലും നമുക്ക് നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതും കൂടി ഒരു 2 വേണ്ട 1.5 മതി. 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് മുളക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. കടുക് വറുക്കുന്ന സമയത്ത് കളറ് കിട്ടാനായിട്ട് പലരും പിരിയ മുളക് പൊടി എൻ്റെ അമ്മേ ഈ മുളക് പൊടി എടുക്കുമ്പോഴൊക്കെ ഞാൻ തുമ്മും. അപ്പോൾ ഷെഫ് പിള്ളയൊക്കെ കാണാറുണ്ട്. കടുക് വറുക്കുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് പിരിയ മുളക് പൊടി കുറച്ച് ഇട്ടിട്ട് കറിയിലോട്ട് ഇടും. അപ്പോൾ നല്ല കളറും മുകളിലിങ്ങനെ കിട്ടും. പിന്നെ ടേസ്റ്റും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പം നമ്മളും ഇത് കടുക് വറുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ എരിവ് വേണമെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് കോഴി ഇട്ട് കൊടുക്കാം. ഐസൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ചെറിയ തണുപ്പൊക്കെ ഉണ്ട്.
നമ്മൾ എടുക്കുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകി വെച്ച് കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ പകുതി ജോലി കുറയും. നമ്മളതിങ്ങനെ വാഷ് ബേസിനിലിട്ട് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതൊരുപാട് പാത്രങ്ങളായി പിന്നെ ലാസ്റ്റ് കഴുകാൻ ഭയങ്കര പാടാണ്. നമുക്ക് തന്നെ പിന്നെ മടി തോന്നും. അപ്പോൾ പറ്റുന്ന പാത്രങ്ങളൊക്കെ അപ്പം കഴുകിയെടുക്കുക. ഐസ് ചില ഭാഗത്തെ പോയിട്ടില്ല കേട്ടോ, സാരമില്ല, അതിൽ കിടന്നായിക്കോളൂ. ഇനി ഞാൻ നല്ല ഓരോ ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പോഴും ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമ്മളിപ്പോൾ കോഴിയല്ല ഇട്ടത്, അപ്പോൾ കോഴിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ 1.5 ടീസ്പൂൺ എല്ലാം എൻ്റെ ഈ പൊടികളിലൊക്കെ കിടക്കുന്ന ഈ ഒരു സ്പൂണാണ്. അപ്പോൾ അത് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ വാങ്ങിക്കാൻ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ സ്പൂണും കൂടി കിട്ടുമല്ലോ ചില കണ്ടെയ്നേഴ്സ് വാങ്ങിക്കുമ്പോൾ. അങ്ങനത്തെ കിട്ടിയ സ്പൂണാണ്, അത് തന്നെ ഞാൻ ഇട്ടിരിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊന്ന് വഴറ്റിയിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. കളറും മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിട്ടത് എല്ലായിടത്തോട്ടും ഒന്നും ആക്കണ്ടേ, അല്ലാതെ നമ്മൾ അടച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്ന് ഏകദേശം 1 കിലോ കോഴിക്കറിയാണ്, റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഒന്നും വേസ്റ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ കുക്കിംഗ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയല്ല. ഇത് നല്ല പോലെ കിടന്ന് അതിൽ നിന്ന് ചാറിറങ്ങി അങ്ങനെയുള്ള കുക്കിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ വെള്ളം ഒഴിക്കുന്നില്ല. നമുക്ക് കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ, ഇതിപ്പോൾ അടച്ച് വെക്കാൻ പോവാം ഞാൻ. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ചാറ് തന്നെ വരും. എന്നിട്ട് ആ ചാറിൽ കിടന്ന് ഈ കോഴി വേവണം. നമ്മൾ വെള്ളം ഒഴിച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിന് ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കാണുന്നുണ്ടല്ലോ അല്ലേ? വാവ്, യമി. കുറച്ച് നേരമായി ചെറിയ തീയിലിരിക്കുന്നു. നമുക്കിനി ഒന്ന് തുറന്നു നോക്കിയാലോ? കുറേ ചാറിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയായിരുന്നു കേട്ടോ, പിന്നെ അങ്ങ് അടച്ചു വെച്ചതാ. കണ്ടോ, ഇതിന് ഇത്രയും ചാറ് വന്നു. ഈ ചാറിൽ കിടന്നാണ് ഇത് വേവുന്നത്. വാവ്, കുറച്ച് തേങ്ങാപ്പാൽ അടിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഒരു പിടി തേങ്ങ എടുത്തിട്ട് 1-ാം പാലും 2-ാം പാലും കൂടി ഒരുമിച്ചാക്കി വെച്ചിരിക്കുക. അപ്പോൾ ഒന്ന് തീ കൂട്ടി കൊടുത്തിട്ട്, ഇപ്പോൾ ഇതിൽ കിടന്ന് നമ്മൾ ഇറച്ചിയുടെ ചാറ് കംപ്ലീറ്റ് വെളിയിൽ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നമുക്കിനി അപ്പത്തിൻ്റെ കൂടെയല്ലേ, തീരെ വഴറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ നമുക്കിപ്പം ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒപ്പിക്കഴിക്കാനുള്ള കറി ഇങ്ങനെ മതിയെങ്കിൽ ഈ രീതിയിൽ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പത്തിൻ്റെ കൂടെ ഇത്തിരി ചാറില്ലെങ്കിൽ ശരിയാവില്ല എന്ന് പിള്ളേർ പറഞ്ഞു കാരണം ഇപ്പം ഞാൻ ഇത്തിരി തേങ്ങാപ്പാൽ ഇതുപോലെ ഒരു കൈ നിറച്ച് തേങ്ങ ചുരണ്ടിയത് അടിച്ച് 1-ാം പാലും 2-ാം പാലും കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ല, ഓരോ ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പോഴും നമ്മൾ അതിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചു, തേങ്ങാപ്പാലിനുള്ള ഉപ്പ് വേണം. നല്ല കറി ടേസ്റ്റ് ആവുള്ളൂ. ഒന്ന് ഇളക്കിയിട്ട്
വീണ്ടും ഒരു അരമണിക്കൂർ ഇരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ചെറിയ തീയാണ്, ഞാൻ ഒരുപാട് തീ ഇട്ടിട്ടില്ല. ഒരുപാട് തീയിട്ട് നമ്മൾ പെട്ടെന്ന് വേവിച്ചെടുക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ചെറിയ തീയിലിരുന്ന് ഇങ്ങനെ വെന്ത് വരുന്നതാണ് ടേസ്റ്റ് അതിൻ്റെ. അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കടുക് വറുത്തെടുക്കാം കേട്ടോ. അപ്പം ഇരുന്ന് വേവട്ടെ. ആ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒത്തിരി ഇഷ്ടമാണ് പറഞ്ഞത്. ആ പറഞ്ഞോടാ ചക്കര. എനിക്ക് അമ്മൂമ്മയുടെ ചിക്കൻ കറി ഒത്തിരി ഇഷ്ടമാണ്. ആ ഓക്കെ, ചിക്കൻ കറിയും ചോറും കഴിക്കാം അല്ലേ? നിനക്ക് ചോറല്ലേ ഇഷ്ടം? അമ്മൂമ്മയുടെ സ്പെഷ്യൽ ചിക്കൻ കറി. ഇവിടെ മതിയല്ലോ പ്രമോഷന്. ഒരു ചെറിയ ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യാനുണ്ട്, ഇച്ചിരി വിനീഗർ. മോളൊന്ന് ടേസ്റ്റ് ചെയ്യടാ. ഇനി ഇത് നല്ലൊരു കടുവറക്കൽ വേണം, എന്നാലേ ഇതിന് റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. കടുവറ യെസ്, ഒഴിക്കട്ടെ കുറച്ച്. ഇവിടെ ഒഴിക്കാം, അവിടെ ആ പ്ലേറ്റിലിടാം. ഉപ്പ് വേണമായിരിക്കും കുറച്ച്. ഇത്രയും മതിയോ? ഇത്രയും ചാറ് പോരേടാ? അപ്പം ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് കടുവ. നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെ കടുവ ഇറക്കാം. എന്നാടാ? കടുക് വറുത്താലോ? മതിയോടാ കടുക്? കുറച്ചുകൂടി വേണം. നിനക്ക് കുറച്ച് കൂടുതൽ കടുക് ഇഷ്ടമല്ലേ? എനിക്കിഷ്ടമാണ്. കോഴിക്കറി കണ്ടിട്ട് നല്ല കളറൊക്കെ ഉണ്ടല്ലേ? നല്ല കളറാണ്. സൺഡേ ചിക്കൻ കറി. അതാ പൊട്ട് പൊട്ട് പൊട്ട്. രസമുള്ള ചെയ്യുന്ന പോലെ മുളക് പൊടി ഇട്ടാലോ? കുറച്ച് ഓഫ് ചെയ്തിട്ടിടാം അല്ലേ? കരിഞ്ഞു. ഇത്ര വേണോ? അടച്ചു വെച്ചേക്കടാ, പെട്ടെന്ന് അടച്ചേ, മണം വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ കറി കടുക് വറുത്തു. ഒരു 10 മിനിറ്റ് അങ്ങനെ അടച്ചിരുന്നതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അല്ലേ? യെസ്.
ഇനി നമുക്കൊരു അപ്പം ചുട്ട് നോക്കാം കേട്ടോ. നല്ലപോലെ എണ്ണ തേക്കട്ടെ. എണ്ണ ചെറുതായിട്ടൊന്ന് തുടച്ച് കളഞ്ഞില്ലെങ്കിൽ കൂടുതൽ എണ്ണ വന്നാലും കുഴപ്പം. നമുക്ക് ഒരെണ്ണം ചുട്ട് നോക്കാം. ഒരെണ്ണം ചുട്ട് നോക്കുമ്പോഴേ നമുക്ക് വെള്ളമൊക്കെ മതിയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരെണ്ണം ചുട്ട് നോക്കട്ടെ. നല്ല പൂവിൻ്റെ ഷേപ്പിലുള്ള അപ്പം. വാവ്. ഹായ്, നല്ല ചിക്കൻ കറി റെഡി. കടുവറുത്തതൊക്കെ തുറന്നു, ഒന്ന് ഇളക്കി. നല്ല സൂപ്പർ കളറും സൂപ്പർ കറിയാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിത് അപ്പമായിട്ട് സെർവ് ചെയ്യാം. ആരോ നമുക്ക് അപ്പവും ചിക്കൻ കറിയും കഴിച്ചാലോ? ഹായ്, അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറി നല്ല അപ്പം കണ്ടോ. അമ്മ ഉണ്ടാക്കിയ അപ്പമായത് സൂപ്പർ അല്ലേ? നല്ല മുരിഞ്ഞ അപ്പം. മുരിഞ്ഞ അപ്പം. ഒരു കഷ്ണം തരട്ടെ. മൈലാഞ്ചി ഇട്ടിരിക്കുക. ഓ ബ്യൂട്ടിഫുൾ. കാണിച്ചു കൊടുത്തേ മൈലാഞ്ചി. വാവ്. അപ്പം നമുക്കിത്തിരി ചിക്കൻ കറി അപ്പം കഴിച്ചു നോക്കിയാലോ? ടേസ്റ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ശരിക്കും? ഓ അടിപൊളിയായിട്ടുണ്ടോ? ചവയ്ക്കുന്നതിന് മുമ്പേ എങ്ങനെയാ ടേസ്റ്റ് വന്നേ? കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? അമ്മൂമ്മയുടെ ചിക്കൻ കറി സൂപ്പറാല്ലേ? കുഞ്ഞു കഴിച്ചോളൂ തന്നെ. പൊട്ടിച്ചിട്ടേ. ആ ശരിയല്ല, അങ്ങനെ അവൾക്ക് പൊട്ടിച്ചിട്ട് ക്രിസ്പി ക്രിസ്പി അപ്പം. ഇനി നമുക്ക് അപ്പത്തിന്റെ റെസിപ്പി ഇടണമല്ലോ. അപ്പം ഇങ്ങോട്ട് അതല്ലേ. അപ്പൊ സ്കൂളിൽ ടിഫിൻ ഇത് തന്നാലോ? അപ്പവും ചിക്കൻ കറി. ആ ശരി ശരി. ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ രസമായിരിക്കും കേട്ടോ.